അങ്ങനെ പരപ്പനങ്ങാടിക്കുള്ള ബസ്സും കയറി ഞങ്ങൾ കടപ്പുറത്തെത്തി. ഞങ്ങളെ കുഞ്ഞിമണീനെയും കൊണ്ട് ആദ്യമായിട്ടാണ് കടപ്പുറത്ത് വരുന്നത്. മറ്റവന് 3 വയസ്സുള്ളപ്പോഴാണ് ഇതിന് മുന്നേ പൊന്നാനിയിൽ പോയത്. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പരപ്പനങ്ങാടി ബീച്ചിലേക്ക് വരുന്നത്. ഞാൻ തന്നെ ചെറുതായിരുന്നിട്ട് വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കടൽ കാണാൻ പോകാറുണ്ട്, അത് വേറൊരു രസം. ഡ്രസ്സൊക്കെ മാറി രണ്ടാളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓന് പഠിച്ചത് എഴുതുന്നുണ്ട്, അലിഫ് ഹംസൊക്കെ എഴുതുന്നുണ്ട്. ജെയ്മോന് വെള്ളം കണ്ടിട്ട് ഭയങ്കര രസമായിക്കണ്. വീട്ടിലെ ബക്കറ്റിലെ വെള്ളം കണ്ടല്ലോ ഓനറിയുള്ളൂ. വീട്ടിൽ വെള്ളത്ത് കളിക്കുമ്പോൾ ഓനെ പിടിച്ചേക്കല്ലേ. ഇതിപ്പോൾ ഓനാണ്ട് വിട്ടുകൊടുത്തപ്പോൾ ഓന് ഭയങ്കര സന്തോഷമായിക്കണ്. ഓന് പിടിച്ചുവെച്ചിട്ടൊന്നും അടങ്ങണില്ല. ഓന് ഇറങ്ങി പോവാണ്. മറ്റോന് പിന്നെ കളിക്കോപ്പൊക്കെ ആയിട്ട് സെറ്റപ്പിൽ തന്നെ പോകുന്നത്. ഓനതൊക്കെ എടുത്ത് മണ്ണ് കോരി കളിക്കാൻ തുടങ്ങി. കുട്ടാപ്പിക്കുണ്ട് വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട്, കൊതി തീരുന്നില്ല. നമ്മുടെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊന്നും കാണാതെ ഇറങ്ങിപ്പോയിട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ അങ്ങനെ കളിക്കും. അപ്പോൾ ഇന്നൊരു ദിവസമെങ്കിലും കുറേ വെള്ളത്തിലൊന്ന് കളിച്ചോട്ടെ വെച്ചിട്ടൊന്ന് ഇങ്ങോട്ട് പോകുന്നത്. കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓൻ്റെ മുഖത്തേക്കൊക്കെ വെള്ളമായി. കുറച്ച് വെള്ളം വായിപ്പോയി. ഓനത് കുടിച്ചൊക്കെ ചെയ്തു. മീൻ പിടിക്കാൻ വേണ്ടി ബോട്ട് പോണതൊക്കെ നോക്കി അങ്ങനെ കുറേ സമയം അവിടെ തന്നെ ചിലവഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. കയറാൻ പറഞ്ഞിട്ടൊന്നും ഒരു കേൾക്കണില്ല. അവർക്ക് കളിച്ച് മതിയായിട്ടില്ലല്ലോ. മോളും മോനും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷെല്ലുകളൊക്കെ പെറുക്കിയിട്ടുണ്ട്, കുപ്പിയിലാക്കി. വെള്ളക്കളീൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഐസ്ക്രീമും ചോക്കോബാറൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കളിയൊക്കെ നിർത്തി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ പോയി ചുരണ്ടി ഐസും ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ കഴിച്ചു. ആദ്യമൊക്കെ കടപ്പുറത്ത് വരുമ്പോൾ മാത്രമേ ചുരണ്ടി ഐസൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ തന്നെ കിട്ടും. അതൊക്കെ കഴിച്ച് കടലിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ടൗണിലുള്ള ഒരു ഹോട്ടലിൽ കയറി. എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. മക്കൾ ഷവർമ കഴിച്ചു, ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ കഴിച്ചു. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മൊരിഞ്ഞ പൊറോട്ടയും അതേപോലെ ചിക്കനൊക്കെ നല്ലൊരു ടേസ്റ്റ്. അവിടുന്ന് ഇറങ്ങി അടുത്തുള്ള ഫാൻസിയിൽ കയറി കുറച്ച് ഫാൻസി ഐറ്റംസും വാങ്ങി നേരെ തിരിച്ച് ബസ് കയറി.